ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് മുറുക്കുണ്ടാക്കിയാലോ? മുറുക്കെന്നോ നുറുക്കെന്നോ ഞുറുക്കെന്നോ ഒക്കെ പറയാം. അപ്പോൾ നമ്മൾ നുറുക്കുണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിന് ഒരു 1.5 ഗ്ലാസ് പൊടി ഇടണം. അങ്ങനെ ആ ഒരളവിന് വെള്ളം കുറച്ചും പൊടി കൂടുതലും എടുക്കണം. എന്ന് വെച്ചാൽ പൊടി പകുതിയെ വെള്ളം തിളച്ച വെള്ളത്തിൽ നനയാവുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് ഒരു നാടൻ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അതിന് കുറച്ച് വെളുത്തുള്ളി, ഇപ്പോൾ ഒരു ഗ്ലാസ് പൊടിയായി എടുക്കുന്നതെങ്കിൽ അതിനൊരു ഒരു ബൾബ് ഫുള്ള് വേണമെന്നില്ല വെളുത്തുള്ളി, അത് പൊളിച്ച് അത് ഇടണം അത് മിക്സിയിലോട്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകം ഒരു 1/2 സ്പൂണോളം ഇട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ചതച്ച് അതും ആ പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. എല്ലാ പൊടിയും ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ നനഞ്ഞു പോകരുത്. ബാക്കിയുള്ള പൊടി നനച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. നല്ല കുറുകിയ തേങ്ങാപ്പാൽ എന്തോരം നിങ്ങൾ പൊടിയെടുക്കുന്നു ആ പൊടി നനയാൻ ആവശ്യം ബാക്കിയുള്ള നമ്മളെ ഇടിയപ്പത്തിൻ്റെ പരുവാക്കി എടുക്കുന്ന ആ ഒരു ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്തിട്ട് പതുക്കെ കുഴച്ചെടുക്കണം. ഇങ്ങനെ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണം, ഇല്ലെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോളൂ. അപ്പോൾ തേങ്ങാപ്പാലിലാണ് ബാക്കി കുഴച്ചെടുക്കുന്നത്. തേങ്ങാപ്പാലിൽ കുഴച്ചെടുക്കുമ്പോൾ നല്ല ഒരു നാടൻ മുറുക്കിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇത് ഇവിടെ ട്രഡീഷണലായിട്ട് ഇവിടെ ഉമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു മുറുക്കാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് അതും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതിലേക്ക് 1 സ്പൂൺ, അത് ടേസ്റ്റ് കൂടുവന്നേ ഉള്ളൂ, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നുറുക്ക് നനച്ചെടുക്കണം. അപ്പം മനസ്സിലായല്ലോ, പൊടി നമ്മൾ വെള്ളം തിളപ്പിച്ച് നനച്ചെടുക്കുമ്പോൾ ഫുള്ള് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നനയ്ക്കരുത്. കാരണം ബാക്കിയുള്ള പൊടിയിൽ നമുക്ക് തേങ്ങാപ്പാലിൽ നനച്ച് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അന്നേരം ഒരുപാടിടത്തേക്ക് ഈ വീഡിയോ എത്തുമല്ലോ. അപ്പോൾ ദാ ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ പരുവത്തിലേക്ക് ഞാൻ ഈ മാവ് കുഴച്ചെടുത്തു. അപ്പോൾ നല്ല വറുത്ത അരിപ്പൊടിയാണ് എപ്പോഴും ഈ ഒരു നുറുക്കുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. നല്ല വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും എല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു പരുവത്തിലുള്ള പൊടിയാണ്. പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദാ ഇങ്ങനെ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അയക്കണ്ട, ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. കാരണം ഇത് ഒരുപാട് വെള്ളം തിളച്ച ഇതിലേക്കിട്ട് ഒരുപാട് ആ ഒരു പൊടി നനച്ചെടുക്കാത്തത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പം നുറുക്കിൻ്റെ അച്ചുണ്ടല്ലോ, ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് നുറുക്കിൻ്റെ അച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഇങ്ങനൊന്ന് ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു പരുവത്തിൽ ഇങ്ങനൊന്ന് നിറച്ച് ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം പീച്ചുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചിട്ട്, ഏതൊരു ഓയിലായാലും മതി കേട്ടോ, വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റാണേ. കണ്ടില്ലേ, ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഷേപ്പിനാ വേണമെങ്കിൽ ഷേപ്പിന് ചുറ്റിച്ച് കൊടുത്തോളൂ. ഞാനിങ്ങനെ നുറുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ ഏകദേശം ഈ ഒരു രീതിക്ക് ചുറ്റിച്ച് കൊടുത്താൽ അപ്പോൾ നമ്മൾ ഓരോ നമുക്ക് ഒടിച്ചെടുക്കാം. എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുകയും അത്യാവശ്യമായിട്ട് ഇതിന് ശേഷം അതിലേക്ക് നുറുക്ക് നമ്മളിങ്ങനെ അച്ചിൽ വീശി കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരു സെക്ഷൻ ഒരു ട്രിപ്പ് ഇട്ട് ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനൊന്ന് തിരിച്ചിട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ഓയിൽ വേസ്റ്റ് ആകാതിരിക്കാനാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നുറുക്ക് നല്ല രീതിയിൽ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതൊരു നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. അതുപോലെ വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും. നല്ലൊരു ടേസ്റ്റ്, ഒരുപാട് ബലപ്രയോഗമൊന്നും അതിനകത്ത് വേണ്ട. അതുകൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റിയുള്ള നുറുക്കാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് വരും. ഉള്ളൊക്കെ വെന്തോന്ന് നോക്കിയിട്ട് വേണം അത് കോരിയെടുക്കാൻ. കരിഞ്ഞൊന്നും പോകാതെ, നുറുക്കിൻ്റെ കളർ അറിയാമല്ലോ, ആ രീതിക്ക് വേണം വേവിച്ചെടുക്കാൻ.
അപ്പോൾ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഓണക്കാലത്ത് നല്ല മുറുക്കുണ്ടാക്കി കഴിക്കാം. ഓക്കെ, താങ്ക് യു. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.